നമസ്കാരം, TN ന്യൂസിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ കളർകോട് നടന്ന അപകടത്തിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മരിച്ചത്. 5 പേർ ചികിത്സയിലും കഴിയുകയാണ്. ആദ്യം എല്ലാവരും വിചാരിച്ചത് 10 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ്. പക്ഷേ പിന്നീടാണ് അത് 11 പേരായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. 11ാമൻ എവിടെയെന്നായി പിന്നീടത്തെ ചിന്ത. പിന്നീടുള്ള അന്വേഷണങ്ങളെല്ലാം അവനു വേണ്ടിയായിരുന്നു. ആ അന്വേഷണം ചെന്നെത്തിയത് കോളേജിന്റെ ഹോസ്റ്റലിലായിരുന്നു. 11ാമനായ ഷെയ്ൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയതോടെ സുഹൃത്തുക്കൾ അവിടെ ഓടിയെത്തി. പക്ഷെ അവൻ ആരോടും സംസാരിക്കാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ആരോടും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചായിരുന്നു അവൻ ഇരുന്നിരുന്നത്. 11 പേർ സഞ്ചരിച്ച വാഹനം KSRTC ബസ്സുമായി ഇടിച്ചാണ് അപകടമുണ്ടായത്. ആ അപകടത്തിൽ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ട ഒരേ ഒരാൾ ഷെയ്ൻ ഡസ്റ്റൺ മാത്രമായിരുന്നു. ശാരീരികമായി പരിക്കുകളൊന്നും ഏറ്റിട്ടില്ലെങ്കിലും മാനസികമായി ഉണ്ടായ മുറിവുകൾ വളരെ വലുതാണ്. അപകടമുണ്ടായ ഉടൻ തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് അവൻ രക്ഷപ്പെട്ടത്. രക്ഷപ്പെട്ട ഉടൻ തന്നെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ രക്ഷിക്കാനാണ് അവൻ ശ്രമിച്ചത്. രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആൾക്കാർക്കൊന്നും ഷെയ്ൻ അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. മരിച്ചവരെയും അപകടം പറ്റിയവരെയും എല്ലാം ആംബുലൻസിൽ കയറ്റി അയച്ചിട്ട് അവൻ അവിടെ നിന്ന് പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു. അവിടെ പോയി ആരോടും മിണ്ടാതെ വാതിലടച്ചിരിക്കുകയായിരുന്നു അവൻ ചെയ്തത്. പിന്നീട് അവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മാനസികാവസ്ഥ തരണം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് 5 പേരിൽ 3 പേരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് 5 വിദ്യാർത്ഥികളുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. അതേസമയം KSRTC ജീവനക്കാരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നാണ് അറിയുന്നത്. എന്നാൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ അത് നടപ്പാക്കൂവെന്ന് RTO വ്യക്തമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് നാടിനെ നടുക്കിയ അപകടം ഉണ്ടാകുന്നത്. ഇവർ സഞ്ചരിച്ച കാറും KSRTC ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ 5 വിദ്യാർത്ഥികൾ മരണപ്പെട്ടത്. 11 പേരായിരുന്നു കാറിൽ ഉണ്ടായിരുന്നത്. അപകടത്തിൽ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നിരുന്നു. സിനിമ കാണാനായി പോകുന്ന വഴിയാണ് അപകടം സംഭവിക്കുന്നത്. തിയേറ്ററിലെത്താൻ വെറും 4 കിലോമീറ്റർ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. കനത്ത മഴയെ തുടർന്ന് കാഴ്ച മങ്ങിപ്പോയതാവാം അപകട കാരണമെന്നാണ് അധികൃതരുടെ അഭിപ്രായം.